അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ദൃശ്യം 3യുടെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, പോയി ഒന്ന് കാണണേ. അപ്പോൾ ഇപ്പം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൊലത്തൂക്കം എന്ന് പറഞ്ഞാൽ കൊലത്തൂക്കാണ്. ദൃശ്യം 3 എന്ന ചിത്രം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞപ്പം ബുക്ക് മൈ ഷോ കത്തിച്ചു എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുള്ളത് നമ്മുടെ എമ്പുരാൻ ഇറങ്ങിയപ്പം ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ബുക്ക് മൈ ഷോ കത്തിച്ച അവസ്ഥയായിരുന്നു. പക്ഷേ ദൃശ്യം 3 ഇതിന് വിഭിന്നമാണ്. പടം ഇറങ്ങിക്കഴിഞ്ഞ് ആദ്യ ഷോ കണ്ടതിന് ശേഷമാണ്, പ്രേക്ഷകരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമാണ് കത്തിക്കൽ എന്ന് പറഞ്ഞാൽ വമ്പൻ കത്തിക്കലാണ്. ഏകദേശം 41,000 ടിക്കറ്റാണ് ഒരു മണിക്കൂറിൽ വിറ്റുമാറുന്നത്. അത് ബുക്ക് മൈ ഷോയിൽ നിന്നും മാത്രമാണ് എന്ന് വിചാരിക്കുക. അപ്പോഴേ എനിക്ക് തോന്നുന്നു 1,00,000-ന് മുകളിൽ ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റുമാറുന്ന ഒരു ചിത്രമായിട്ട് ദൃശ്യം 3 മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം 50 കോടിക്ക് മുകളിൽ നേടുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം പ്രീ ഫെയിൽ തന്നെ 30 കോടിക്ക് മുകളിലുണ്ടായിരുന്നു, 32 കോടിയോളം ഉണ്ടായിരുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഇതൊരു 60 കോടിയിലൊക്കെ ചെന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. ഒരു പടി കടന്ന് ഒരുപക്ഷെ എമ്പുരാൻ്റെ 68 കോടി എന്നുള്ള റെക്കോർഡ് വരെ തകർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മറ്റു പല നടന്മാരും 100 കോടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആറ്റുനോട്ടിരിക്കുന്ന കാലത്ത് ലാലേട്ടൻ്റെ ഈ ചിത്രം ഏകദേശം 2 ദിവസം കൊണ്ട് തന്നെ 100 കോടി പിന്നിടുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. പിന്നെ 100 കോടിയൊക്കെ എന്തടേ, 200 കോടിയാണ്. 200 കോടിയും എനിക്ക് തോന്നുന്നു ഈ കണക്കിന് പോയാൽ നിസ്സാരമായിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ പിന്നിടാൻ പറ്റും എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ പ്രതീക്ഷ 300, 400, 500 കോടിയൊക്കെയാണ് കണക്ക് വരെ. പക്ഷേ ഈ പോക്ക് പോയാൽ തൂക്കുമെന്ന് 100% ഉറപ്പാണ്. മലയാള സിനിമയുടെ പുതിയൊരു ചരിത്രം കിടക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ കുറച്ച് നാളായിട്ടുള്ള മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പടം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ പടം ഒന്ന് തൂക്കുമെന്നുള്ളതാണ്. പിന്നെ കുറച്ച് ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനി കുറച്ച് ദിവസത്തെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ടിക്കറ്റ് എടുക്കേണ്ടവർ നേരത്തെ പോയി ടിക്കറ്റ് എടുക്കുക, ബുക്ക് ചെയ്യുക. ഇനി ടിക്കറ്റ് കിട്ടാനുള്ള പാടായിരിക്കും 100% ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ തിയേറ്ററിനും ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇന്നും നാളെയൊക്കെ ഈ പടം കൊലത്തൂക്കാണ്, ഉറപ്പുള്ള കാര്യമാണ്. ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഏകദേശം 50,000 കഴിഞ്ഞ് 50,000 അല്ലടേ, മണിക്കൂറിൽ ചിലപ്പം 10,000-70,000 ഒക്കെ ടിക്കറ്റ് വിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന് തോന്നുന്നു. തിയേറ്ററുകളിലെല്ലാം പുതിയ സ്പെഷ്യൽ ഷോകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയെ ഇതോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. രാത്രി നൈറ്റിൽ പല ഷോകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ തുടരുമെന്ന ചിത്രത്തിൻ്റെയൊക്കെ ഷോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, തുടർച്ചയായിട്ടുള്ള ഷോ. അതുപോലെ അവർക്ക് കിട്ടുന്ന അപൂർവമായ അവസരമാണ്, അവരത് വാരും, 100% ഉറപ്പാണ്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല അന്യദേശത്തുമൊക്കെ വമ്പൻ കളക്ഷനാണ്. എനിക്ക് തോന്നുന്നു കേരളത്തെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഇരട്ടിയൊക്കെ കളക്ഷൻ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കാരണം 3,500 തിയേറ്ററോളം നേരത്തെ തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. 2,500-3,000 തിയേറ്ററായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ കൂടുമെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ചിത്രത്തെ സംബന്ധിച്ച് ലോകമെമ്പാട് നിന്ന് മികച്ച പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ദൃശ്യം സീരീസ് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള, എനിക്ക് തോന്നുന്നു ഭാഷ അറിയാത്ത പ്രേക്ഷകർക്ക് തന്നെ ദൃശ്യം എന്താണെന്ന് അറിയാം. അവർ പിന്നെ കാത്തിരിക്കുകയാണ് ദൃശ്യം 3 എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഹിന്ദിയിലായാലും തെലുങ്കിലായാലും തമിഴിലായാലും അന്യ നാട്ടിലായാലും ചൈനീസ്, ശ്രീലങ്കയിലേക്ക് വാർത്ത വരുമ്പോഴത്തേന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്ത് വരുന്നത്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വീഡിയോ ചെയ്യാം. അപ്പം ദൃശ്യം ബന്ധപ്പെട്ട വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇത് തന്നെ ആയിരിക്കും ഇവിടെ. കാരണം മലയാള സിനിമയുടെ നിലവാരമാറിയ ചിത്രമായിരുന്നു ദൃശ്യം 1. ഇപ്പം ദൃശ്യം 3യിൽ ചെന്ന് നിൽക്കുമ്പം എന്താ പറയുന്നത്, മറ്റൊരു റെക്കോർഡ് തകർക്കുക. ലാലേട്ടനെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ, റെക്കോർഡുകൾ ഉണ്ടാക്കുക, തകർക്കുക. അതേ അവസ്ഥ തന്നെയാണ് ദൃശ്യം 3ക്ക് ഉണ്ട്. നമ്മുടെ ചാനൽ ഇന്നേ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇടയ്ക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ ബൈ.